ശ്രീ പി ശ്രീധരനുണ്ണി ഇവിടെ നേരത്തെ അങ്ങ് വരുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. ശ്രീ എൻ നന്ദകുമാർ അതിന് മറുപടിയും പറഞ്ഞു. ഡിയുടെ കഥകളിലൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും മനുഷ്യൻ്റെ പ്രയാസങ്ങളും ഒക്കെയാണ് ഏറെ തുളുമ്പി നിൽക്കുന്നത്. അവൻ്റെ ആഹ്ലാദങ്ങളും അവൻ്റെ ആനന്ദങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ വളരെ കുറവാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളെ വെച്ചിട്ടല്ല ഇത് പറയുന്നത്, കഥകളെ ആശ്രയിച്ചാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാലോകത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ അത് അത്തരം അംശങ്ങൾ കൂടി നിൽക്കുന്നു എന്നുള്ള വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു ശ്രീധരനുണ്ണി? അത് വാസ്തവത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളെ ഉള്ള ജീവിതങ്ങളെയാണ്. അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞ ജീവിതങ്ങളാണ്. ആ ജീവിതം അദ്ദേഹം കുട്ടിക്കാലം മുതൽ അനുഭവിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമുറകളിലൂടെ അദ്ദേഹം അറിഞ്ഞു വന്ന ജീവിതത്തിൻ്റെ കഥകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളിലും ചെറുകഥകളിലും ഒക്കെ അദ്ദേഹം പ്രത്യേകിച്ചിട്ടുള്ളത്, അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്. അതിനുള്ള കാരണം അദ്ദേഹത്തിന് വളരെ തിക്തമായ ഒരു ജീവിതാവസ്ഥയുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായ ചുറ്റുപാടുകളിൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം കടന്നു വന്നിട്ടാണല്ലോ അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയത്. ഇന്ന് നമ്മൾ കണ്ടതായ ആ മഹാപ്രതിഭയിലേക്ക് എത്തിയത്. അപ്പോൾ ആ കാലഘട്ടം ആവിഷ്കരിക്കാൻ തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് കുട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ അത് സ്വാനുഭവത്തിലൂടെ തനിക്ക് നേരിട്ട് അറിയാവുന്നത് മാത്രം അവിടെ അവതരിപ്പിക്കുക എന്നുള്ള ആ രീതി, അത് അദ്ദേഹം എല്ലാ കഥകളിലും ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഭീമൻ്റെ കഥയിൽ, അല്ലെങ്കിൽ രണ്ടാം ഊഴത്തിൽ വരുമ്പോൾ അത് മഹാഭാരതത്തെ ഉപജീവിച്ചുള്ള ഒരു രചന ആയതുകൊണ്ട്, അതൊരു പുരാവർത്ത പ്രധാനമായ കഥയായതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നു. അതുപോലെയുള്ള കഥകളെ നമ്മൾ മാറ്റി നിർത്തുന്നു. മറ്റുള്ള സാധാരണ ചെറുകഥകളായാലും നോവലായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള, അദ്ദേഹം കണ്ടറിഞ്ഞ ജീവിതത്തെ, അവരുടെ വേദനകൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അനുഭവിച്ച ആ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദുഃഖങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നാലാമനായി പിറന്നത് കൊണ്ട് അനേക തരത്തിലുള്ള അല്ലെങ്കിൽ അവഗണനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മാനസിക തലം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് വായനയിലൂടെ, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തെ കണ്ടെത്തുന്നതിലൂടെ ആണ് അദ്ദേഹം ആ കാലഘട്ടത്തെ അതിജീവിച്ച് നമ്മുടെ ഒരു വലിയ തട്ടകത്തിലേക്ക്, വലിയൊരു തലത്തിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോയത്. ആ തലം വായനയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതാണ്. ആ വായന എന്ന് പറഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ച സാമൂഹ്യ വായന കൂടി അതിൽ വരും, മാനസിക വായന കൂടി അതിൽപ്പെടും. ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹം ആ വ്യക്തിയുടെ മനസ്സ് അനലൈസ് ചെയ്യുന്നു. അദ്ദേഹം മനഃശാസ്ത്രജ്ഞനല്ല, പക്ഷേ മാനസിക തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പരിചിന്തനം ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ്, സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം നോക്കൂ, കുട്ടിയെടുത്തി എന്ന കഥാപാത്രം നോക്കൂ, അങ്ങനെ സുമിത്ര എന്ന കഥാപാത്രം നോക്കൂ. അങ്ങനെ ഓരോ കഥാപാത്രത്തെയും എടുക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ കയറിയിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെ വർത്തമാനം പറയണമെങ്കിൽ ഒരു ത്രികാലജ്ഞനെ പോലെ എല്ലാം അറിഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നുണ്ട്. മുൻ കഥകളും ഭൂതവും വർത്തമാനവും ഭാവിയും സ്വയം അറിഞ്ഞുകൊണ്ട് പെരുമാറുന്ന ഒരു സൈക്കോളജിസ്റ്റിന് മാത്രം സാധിക്കുന്നതായ ഒരു അവതരണ രീതി അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് കഥകളായാലും. അത് നമ്മൾ സേതുവിനെ പറ്റി പറയും, ഇഷ്ടത്തെ പറയും, പ്രണയത്തെക്കുറിച്ച് പറയും, അദ്ദേഹം ആവിഷ്കരിച്ച പ്രണയ ലോകത്തെക്കുറിച്ച് പറയും. അത് കഥകളിലായാലും നോവലുകളിലായാലും സിനിമയിലായാലും പ്രണയത്തെക്കുറിച്ചും, ഈ പ്രണയത്തിൻ്റെയൊക്കെ അടിത്തട്ടിൽ കിടക്കുന്ന മനസ്സ് എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു എഴുത്തുകാരൻ. അത് ഒരു സൈക്കോളജിക്കൽ റൈറ്റിംഗ് എന്ന് സാധാരണ പാശ്ചാത്യ നാടുകളിൽ പറയേണ്ട, സൈക്കോളജിക്കൽ തലം അനലൈസ് ചെയ്യുന്ന ഒരു രീതി എന്ന് അതിനെ പറയും.
അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച സങ്കടങ്ങളിലൂടെ, കണ്ണീരിലൂടെയൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ ഒരു തലം അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്, നമ്മൾ ആദ്യം പറഞ്ഞത് കാവ്യഭാഷയെക്കുറിച്ചാണ്. ആ ഭാഷ ഉരുത്തിരിഞ്ഞ് വരുന്നതിലും ആ സമൂഹത്തിൻ്റെ ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ജീവിച്ച സാഹചര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്.